हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय നമ്മളിപ്പം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് നിൽക്കുന്നത്. അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷന്റെ ഉത്സവമാണ് ഇനിയുള്ള 10 ദിവസങ്ങൾ. ഒരു നല്ല നീണ്ട ഭക്തജന തിരക്ക് തന്നെ ഇവിടെ കാണാം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ. ഹരേ കൃഷ്ണ. അതിലുപരി എന്താ പറയുക, ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിച്ചു. എല്ലാവരും ലൈവിലെത്തട്ടെ, എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ പറയാട്ടോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ ലൈവ് ഇടായിരുന്നു. ഓക്കെ പോവാണോ? കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അത് നമ്മുടെ ക്ലാസ് കാണുന്ന ഭക്തരാണ്. ഹരേ കൃഷ്ണ. മഞ്ജരീസിന്റെ അഡ്മിൻസും ഉണ്ട് ഇവിടെ. ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ എനിക്കും ദിവ്യയ്ക്കും 10 ദിവസം ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിച്ചു. അതിനുള്ള പെർമിഷൻ കിട്ടി. ഭഗവാനോട് ഒരുപാട് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയതാണ്. ഇപ്പം കഴിഞ്ഞു അല്ലേ ദിവ്യ? എങ്ങനെയുണ്ടായിരുന്നു ദിവ്യ? അടിപൊളിയായിരുന്നു. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇഷ്ടം പോലെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ? അല്ല എല്ലാം സത്യമാണ്. എല്ലാം സത്യമാണ്. ഹരേ കൃഷ്ണ. ഭഗവാൻ തന്ന ID കാർഡ്, ഭഗവാൻ തന്ന അഡ്രസ്സ്, ഭഗവാന്റെ നാമധേയത്തിൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യം, ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഉത്സവത്തിന് ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മറ്റൊന്നും തന്നെ ഇല്ല. ഒരുപാട് സന്തോഷം. ഇനിയുള്ള 10 ദിവസങ്ങൾ ഞങ്ങൾ ഭഗവാന്റെ സേവനവുമായിട്ട് ഗുരുവായൂരുണ്ടാവും. ഞങ്ങളൊരു ഇന്നലെ എത്തി. ഇനി നടന്നോളൂ. ഇന്നലെ ഇവിടെ എത്തി. ഇനി ഒരു 10 ദിവസം ഇവിടെ കാണും. എല്ലാവരും വരിക. ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവമാണ്. പ്രസാദോട്ട് കഴിക്കാം. നിരവധി ഭക്തരുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ശരിക്കും ഭക്തരുടെ ഒരു കൂട്ടായ്മയിൽ എത്തിയപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഭഗവാന്റെ തിരുനടയിലൂടെ ഇങ്ങനെ ഭഗവാൻ നൽകിയ ID കാർഡുമായിട്ട് ഇതുപോലെ എന്താ പറയുക ചെയ്യാൻ പറ്റുമെന്ന്. ഇത് മഞ്ജരീസിൻ്റെ എല്ലാവർക്കും കൂടിയുള്ള സേവനമാണ്. അതിൽ ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുത്തു. ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ നിമിഷം. രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് കയറി. വൈകിട്ട് ഒരു 4 മണി വരെയൊക്കെ ഉണ്ടാവും. 10 ദിവസം ഇനി ഇവിടെ തന്നെയാണ്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. വൈകിട്ട് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ കാണാം. ഹാപ്പിയാണല്ലോ എല്ലാവരും. ഭഗവാനെ കാണിച്ചു തരാം. ശരിക്കും നമ്മുടെ വീട്ടിലൊരു കല്യാണം പോലെയല്ലേ? നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു സന്തോഷം? അതേപോലെയായിരുന്നു. കാരണം കുറേ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പം അത്രയും സ്റ്റാഫുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് കളിച്ചും ചിരിച്ചും ഭഗവാന്റെ ആ ഒരു ഏറ്റവും നല്ല എന്താ പറയുക, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു നിമിഷം. ആ നിമിഷത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങളുടെ മനസ്സിലും ചിന്തയിലൊന്നും വരുന്നില്ല. കളിയും ചിരിയും തമാശയും അല്ല, ഒരു ടെൻഷനും ഇല്ലാതെ ഭഗവാന്റെ തിരുനടയിൽ ഇങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഭഗവാൻ നൽകിയ ഈ ഒരു ID കാർഡും ഇട്ടുകൊണ്ട്. കാരണം ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു കാര്യമാണ് അല്ലേ? നമുക്കൊരു മേൽവിലാസം, ആ ഒരു മേൽവിലാസം സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പം ഭൗതികമായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആത്മീയമായിട്ട് അങ്ങനെ ഒരു മേൽവിലാസം അത് ഭഗവാൻ തരിക എന്ന് പറയുമ്പം ആ ഒരു ഐഡന്റിറ്റി കാർഡിന് ഒരുപാട് പവിത്രതയുണ്ട് അല്ലേ ദിവ്യ? അത് ഭഗവാൻ നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ID കാർഡോട് കൂടിയുള്ള ഒരു സേവനം. ഹരേ കൃഷ്ണ. ഭയങ്കര സന്തോഷം. ഭഗവാന്റെ പ്രസാദം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സത്യം പറഞ്ഞാൽ സൈഡായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഭഗവാൻ നൽകിയ അംഗീകാരം സത്യം. ആ അംഗീകാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണ് ഇന്ന് മഞ്ജരീസിന് വേണ്ടിയിട്ട് ഭഗവാൻ നൽകിയിരിക്കുന്നത്. ആനയെ കാണിച്ചു തരാം. ആന വരുന്നുണ്ട്. ആന
അതെ, ഹരേ കൃഷ്ണ മാതാജി. സുഖായിരിക്കുന്നു. ഞാൻ ഇന്നലെ രാവിലെ എത്തി. നമ്മുടെ ഗുരുവായൂർ മഞ്ചേരീസിന്റെ അഡ്മിൻസ് ആണ്. ഭഗവാന്റെ സേവനം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അത് ഞങ്ങക്ക് പ്രസാദ ഊട്ടിന്റെ കൗണ്ടറാണ്. ദിവ്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങള്. ഈ ദിവ്യ 2 പ്രാവശ്യം ഭക്ഷണം കഴിച്ചു, പ്രസാദം കഴിച്ചു. 2 പ്രാവശ്യം. ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ നോക്കുമ്പോൾ 1 പ്രാവശ്യം കഞ്ഞിയും പയറും എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ വീണ്ടും തിന്നുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവളുണ്ട് പഴവും ശർക്കരയും തേങ്ങയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കഥ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭഗവാൻ തരുന്നതല്ലേ, നമ്മൾ കഴിക്കണം. കഴിച്ചോണ്ടിരിക്കുകയാണ്. അല്ല ദിവ്യ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് രാത്രി കാണാം. ഓക്കെ, സന്തോഷമാണല്ലോ, എല്ലാവരും ഹാപ്പി ആണല്ലോ. ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ ഹാപ്പിയാണെന്ന്. മഞ്ചേരി ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ഗുരുവായൂർ മഞ്ചേരീസ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് സേവനം ചെയ്യാണ്. ഹരേ കൃഷ്ണ. നീണ്ട 10 ദിവസങ്ങളെല്ലാം മറന്ന് ഭഗവാന്റെ തിരുനടയിൽ. ഓക്കെ, ഹരേ കൃഷ്ണ.